നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് എത്തിയപ്പോൾ പറഞ്ഞത് സ്ത്രീ സുരക്ഷയ്ക്ക് അപകടകരമാകുന്ന രീതിയിലാണ് കോൺഗ്രസിന്റെ MLAയും അതുപോലെ തന്നെ മറ്റൊരു നേതാവിനെ പുറത്താക്കിയത് എന്നാണ്. കഴിഞ്ഞ കുറേ നാളുകളായി കേരളീയ പൊതുസമൂഹം ചർച്ച ചെയ്യുകയും CPM രാഷ്ട്രീയ വിഷയമാക്കുകയും മുഖ്യമന്ത്രി തന്നെ പരാതിക്കാരായ അതിജീവതയോടൊപ്പം നിൽക്കുന്നു എന്ന സന്ദേശം പകർത്തിക്കൊണ്ട് ഒരു ചിത്രം പുറത്തു വന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ നിലപാടിൽ നിന്ന് CPM പിന്നോക്കം പോയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അവിടെ മറ്റൊരു കൗൺസിലർ, ആ കൗൺസിലറുമായി ബന്ധപ്പെട്ട് കൗൺസിലർ പുറത്തായിരിക്കുന്നു. കൗൺസിലർക്കെതിരെ SC/ST അട്രോസിറ്റി നിയമപ്രകാരവും പീഡനത്തിനും കേസെടുത്തിരിക്കുന്നു. കൗൺസിലർ എവിടെയാണെന്ന് അറിയില്ല, ഒളിവിലാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇലക്ഷൻ ഇങ്ങനെ കൊടുമ്പിരി കൊണ്ട് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ചൂട് അധികരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ കൗൺസിലർക്കെതിരെ പ്രതിരോധമുയർത്താൻ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് അതിജീവതയോടൊപ്പം നിന്ന ആൾ തയ്യാറായിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരു SC/ST പെൺകുട്ടി, ആ പെൺകുട്ടി ഒരു പീഡനത്തിനിരയായി എന്ന് പരാതി കൊടുത്ത് ഏതാണ്ട് 4 ദിവസം കഴിഞ്ഞിട്ടും ഇതുവരെ യാതൊരു തീരുമാനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, കൗൺസിലർക്ക് ഒളിവിൽ പോകാനുള്ള അവസരം CPM നൽകിയിരിക്കുന്നു. കോൺഗ്രസ് അവളെ പുറത്താക്കി പതിവ് രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കി നിർത്തി. രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും കോൺഗ്രസ്സുകാരനായി തുടരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടവുമായി കൂടിക്കാഴ്ച നടത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തെ തീർച്ചയായും തിരിച്ചെടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ കേസൊക്കെ സെറ്റിൽ ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തെ വീണ്ടും ഒരു രാഷ്ട്രീയ നേതാവായി അവരോധിക്കാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രശോഭ് സി വത്സൻ എന്ന കൗൺസിലറെയാണ് പുറത്താക്കിയത്. ആ കൗൺസിലറെ ഇപ്പൊ കാണാനില്ല എന്നും പറയുന്നു. ഇതുവരെ ആ കൗൺസിലറെ കണ്ടെത്താനുള്ള ഒന്നും തന്നെ ഇതുവരെ പിണറായി വിജയൻ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് ചെയ്യുന്ന നിലപാടോ പുറത്താക്കി എന്ന് പറയുന്നു. ഈ പെൺകുട്ടി നൽകിയ പരാതിയിൽ തന്നെ പേരുള്ള പ്രശോഭിന്റെ അച്ഛൻ വത്സൻ ഇപ്പോൾ രമേശ് പിഷാരടിയോടൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സജീവമായുണ്ട്. ആദ്യം പ്രശോഭായിരുന്നുവെങ്കിൽ ഇപ്പോൾ പ്രശോഭിന്റെ അച്ഛൻ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തിൽ സജീവമായി പങ്കെടുക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പുറത്താക്കിയെന്ന് പറയാനല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കിയതും ആ പുറത്താക്കിയപ്പോഴും രാഹുൽ മാങ്കൂട്ടം സംയമനം പാലിച്ചു നിൽക്കുന്നത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ വരുന്ന കാലഘട്ടങ്ങളിൽ അയാൾക്ക് രാഷ്ട്രീയത്തിൽ കയറാനുള്ള അയാളുടെ രാഷ്ട്രീയപരമായ ബുദ്ധിയാണ്, അയാളുടെ പൊളിറ്റിക്കൽ ഇന്റലിജൻസ് ആണ് അയാൾ മിണ്ടാതിരിക്കുന്നത്. കാരണം കോൺഗ്രസിനെ നോക്കിയാൽ ഏത് നേതാവിനാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്തത്? ആലോചിച്ച് നോക്കൂ. KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, കേരളത്തിലെ ഒരുമാതിരിപ്പെട്ട രാഷ്ട്രീയ ഹൈബി ഈഡൻ അടക്കമുള്ളവർ, PC വിഷ്ണുനാഥ് അടക്കമുള്ളവരുടെ പേരുകൾ നമ്മുടെ സോളാർ ഇരയുടെ ഡയറിയിലും പരാതിയിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ KV ഗണേഷ് കുമാർ അടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ പുറത്തു വന്നപ്പോൾ ഒരുപക്ഷെ അതിനുശേഷം തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ അവിടെ BJPക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ ആ സാധ്യതകൾ കൂടുമോ എന്ന ഭയത്താലായിരിക്കണം ഒരുപക്ഷെ ഇപ്പോൾ ഏതെങ്കിലും പീഡകന്മാരൊക്കെ എവിടെ നടന്നോട്ടെ എന്ന നിലപാട് പിണറായി വിജയൻ എടുക്കുന്നത്. പിണറായി വിജയൻ അല്ലെങ്കിലും ഇങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയപരമായ എതിർചേരിയിൽ നിൽക്കുകയും എടോ വിജയ എന്ന് വിളിച്ചതുകൊണ്ട് മാത്രം രാഹുൽ മാങ്കൂട്ടത്തെയും വേട്ടയാടുകയും ചെയ്തു എന്നാണ് ഞാൻ ഇന്നും വിശ്വസിക്കുന്നത്. അല്ലാത്ത പെണ്ണുപിടിയന്മാർക്കെല്ലാം കേരളത്തിൽ യഥേഷ്ടം നടക്കാവുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ നരേന്ദ്രമോദി പറഞ്ഞതിനെ ഈ പറയപ്പെടുന്ന അന്ന് അട്ടഹാസം മുഴക്കിയ ഒരു ചാനൽ അവതാരിക ഇന്ന് രാവിലെ നരേന്ദ്രമോദി അങ്ങനെ പറയണമായിരുന്നോ, നരേന്ദ്രമോദി പറയേണ്ട കാര്യമാണോ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് എന്നൊക്കെ ചോദിക്കുന്നത് കിട്ടും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ അട്ടഹാസം മുഴക്കി ചാനലുകളിലൂടെ അലറി വിളിച്ച ആ അവതാരികയാണ് പറയുന്നത് ഇപ്പോൾ ഇങ്ങനെ പറയരുത് എന്ന്. അതിന്റെ സാങ്കേതികത്വം മനസ്സിലാവുന്നില്ല. കാരണം ഏതെങ്കിലും തരത്തിൽ അത് ഓർമ്മിപ്പിച്ചാൽ, സ്ത്രീകൾ വീണ്ടും അത് ഓർക്കാനിടയായാൽ, ആ വോട്ടുകൾ ശോഭാ സുരേന്ദ്രന് കിട്ടിയാൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചു പോകും. ആ അജണ്ട അത് ഉണ്ടാകരുത് എന്ന അജണ്ടയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്ന കാര്യത്തിൽ സംശയമില്ല. സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനെ വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ. അന്ന് ഒന്നും മിണ്ടാതിരുന്ന രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ തലപൊക്കി ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ നേരെ വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി അന്ന് ഏതോ ഹോക്കി താരങ്ങളുമായി ബന്ധപ്പെട്ടും ഒക്കെ നടന്ന ചില പ്രശ്നങ്ങൾ, അത് പരിഹരിക്കപ്പെട്ട പ്രശ്നങ്ങളാണ്. അത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് മിണ്ടാതിരുന്ന ആളാണ് ഇപ്പോൾ സ്ത്രീ സുരക്ഷയെപ്പറ്റി പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. ഒരു MLA എന്ന രീതിയിൽ ധാർമ്മികമായി യാതൊരു മര്യാദയും ഇല്ലാത്ത ക്രിമിനൽ ആക്ടിവിറ്റീസിൽ പ്രതിയായിട്ടുള്ള MLA തലപൊക്കി വന്ന് വീണ്ടും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം കേരളത്തിലെ പൊതുസമൂഹമാണെന്ന കാര്യത്തിലൊരു സംശയം വേണ്ട. അയാൾക്ക് എങ്ങനെയാണ് പ്രധാനമന്ത്രിയോട് സംസാരിക്കാനുള്ള ഒരു കരുത്തുണ്ടാവുന്നത്? ഏതെങ്കിലുമൊക്കെ കേസുകളിൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, അതിജീവിതകളായി അപ്പുറത്ത് നിൽക്കുന്നവരുടെ കാര്യത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളും കോടതി വിധികളും ഒക്കെ നമ്മൾ കണ്ടതാണ്.
അപ്പോൾ കോടതി വിധികളും അല്ലെങ്കിൽ നിയമപരമായി അയാൾ ചെയ്തത് തെറ്റോ ശരിയോ എന്നതിനപ്പുറത്തേക്ക് ധാർമ്മികമായി ഒരു MLA, ആ കൃത്യത്തിൽ പങ്കെടുത്ത MLA, നരേന്ദ്രമോദിയെ അക്കൂട്ടത്തിൽ പറയാൻ യാതൊരു കാരണങ്ങളുമില്ല. ആരോ എവിടെയോ നടന്ന പീഡനത്തെ ചൂണ്ടിക്കാട്ടി നരേന്ദ്രമോദിയെ ആക്രമിക്കുന്നത് ആരാണ്? പെണ്ണുപിടിയനായ നിരന്തരം സ്ത്രീകളുടെ, അത് അത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു MLA വീണ്ടും നരേന്ദ്രമോദിക്കെതിരെ തിരിയുന്നു, അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ പറയാൻ തുടങ്ങുന്നു എന്നുള്ളത് അയാളെ ഏത് രീതിയിൽ കാണണം? അയാൾക്ക് ഉളുപ്പുണ്ടെങ്കിൽ, രാഹുൽ മാങ്കൂട്ടത്തിന് ഉളുപ്പുണ്ടെങ്കിൽ ആ വിഷയത്തിൽ മിണ്ടാതിരിക്കുകയല്ലേ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് അയാൾക്ക് നൽകുന്ന സപ്പോർട്ടാണ് അയാളെ കൊണ്ട് ഇത്തരത്തിൽ പറയിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. രാഷ്ട്രീയത്തിലേക്ക് അയാൾ തിരിച്ചു വരാൻ കഴിയുമെന്ന പ്രതീക്ഷ അയാൾക്കുണ്ട്. ഏത് പെണ്ണുപിടിയനും തിരിച്ചു വരാൻ കഴിയുന്ന സ്ഥലമായി രാഷ്ട്രീയം മാറുന്നുണ്ടോ എന്ന സംശയം പോലും ഇപ്പോൾ സ്വാഭാവികമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയം മാറുന്നു എന്നുള്ളതാണ്. കാരണം സോളാർ പരാതി വന്ന കാലത്തും ഇവരെല്ലാം, ഈ പറയപ്പെടുന്ന നേതാക്കന്മാരെല്ലാം ആരോപണം നേരില്ലായിരുന്നു. അവരെല്ലാം ഇന്ന് വലിയ നേതാക്കന്മാരായി വിലസുകയാണ്. KC വേണുഗോപാലിനെയൊക്കെ സംബന്ധിച്ച് അന്ന് സോളാർ പരാതിക്കാർ ഉന്നയിച്ച ആരോപണങ്ങൾ എത്ര ഗൗരവമുള്ള ആരോപണങ്ങളാണ് എന്ന് നമ്മൾക്ക് അന്ന് ആ FIR-ഉം ബാക്കിയുള്ള കാര്യങ്ങളും മൊഴിയും ഒക്കെ വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതിലുമേറെ ഗുരുതരമായ ആരോപണങ്ങളുള്ള ഒരാൾ, അത്തരം ഒരു MLA വീണ്ടും തലപൊക്കി വന്നിരിക്കുകയാണ്. ഇപ്പോൾ മറ്റ് സ്ത്രീ വിഷയങ്ങളെക്കുറിച്ച് വാചാലനാകുന്നു, സ്ത്രീ സംരക്ഷണത്തെക്കുറിച്ച് വാചാലനാകുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടം പരമാവധി ഇപ്പോൾ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങി വരാനുള്ള സാഹചര്യങ്ങൾ നോക്കുന്നു. ഇപ്പോൾ പ്രക്ഷോഭ് വത്സന്റെ കാര്യത്തിലാണെങ്കിലും കേരളത്തിലെ ഇടതുപക്ഷ സാമൂഹിക സാംസ്കാരിക ജീവികൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകൾ, സ്ത്രീ പീഡനത്തിനെതിരെ നിൽക്കുന്ന സ്ത്രീകൾ, ഫെമിനിസ്റ്റുകൾ, ആരുടെയും അനക്കമില്ല. എല്ലാവരും ഇപ്പോൾ ഇതൊക്കെ അംഗീകരിച്ച മട്ടാണ്. കാരണം എന്താണെന്നല്ലേ? ഇടതുപക്ഷ രാഷ്ട്രീയം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു നിലപാട്, പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറ്റൊരു നിലപാട്, P ശശിയും ഒക്കെ ഉള്ള വിഷയങ്ങളിൽ മറ്റൊരു നിലപാട്, ഇങ്ങനെ കാലാകാലങ്ങളിലായി നിലപാട് മാറ്റി നടക്കുന്ന കുറച്ച് സ്ത്രീപക്ഷവാദികൾ എന്ന് പറയുന്ന കുറെ സ്ത്രീകൾ. സത്യത്തിൽ അവിടെ ഒരു സ്ത്രീ, പാലക്കാട് ഒരു സ്ത്രീ, ആ സ്ത്രീ മത്സരിക്കുമ്പോൾ എന്തെങ്കിലും ആത്മാർത്ഥത ഈ സ്ത്രീകൾക്ക് ആർക്കെങ്കിലും സ്ത്രീപക്ഷത്തോടുണ്ടെങ്കിൽ തീർച്ചയായും അവർ വിജയിച്ചു പോകട്ടെ എന്ന് കരുതുന്നതിന് പകരം അവർ വീണ്ടും 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 ഈ പറയപ്പെടുന്ന ഈ കോൺഗ്രസ്സുകാരുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ നാവായി മാറുന്നു എന്നുള്ളത് അതീവ ലജ്ജാകരമാണ്. അത്യന്തം ഗൗരവകരമായ വിഷയം തന്നെയാണ്. ഇവിടെ രാഹുൽ മാങ്കൂട്ടവും ചെയ്യുന്നത് അങ്ങേയറ്റത്തെ കേരളത്തിലെ പൊതുസമൂഹത്തെ, സ്ത്രീകളെ ആക്ഷേപിക്കലാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം ആദ്യം കേസുകളൊക്കെ കഴിഞ്ഞ ശേഷം രാഹുൽ മാങ്കൂട്ടം ചെയ്തത് കേസിൽ ചിലപ്പോൾ ഒരുപക്ഷെ രക്ഷപ്പെടുമായിരിക്കാം. അതിന്റെ കോൺഫിഡൻസ് ആണ് രാഹുൽ മാങ്കൂട്ടം കാണിക്കുന്നത്. പക്ഷേ അതൊക്കെ നിൽക്കുമ്പോഴും ധാർമ്മികമായ ഒരു MLA എന്ന രീതിയിൽ, ഒരു ജനപ്രതിനിധി എന്ന രീതിയിൽ നിങ്ങൾ ചെയ്തത് തെറ്റാണ്, എല്ലാ കാലത്തും അത് നിലനിൽക്കുക തന്നെ ചെയ്യും, അതിൽ നിന്നും തേജുമാഞ്ഞ് രക്ഷപ്പെട്ടു പോരാമെന്ന് രാഹുൽ മാങ്കൂട്ടം വിചാരിക്കുകയേ വേണ്ട. രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ പ്രതികരിക്കുന്നത് എല്ലാം തികഞ്ഞ ഒരാളെ പോലെയാണ്. ആലോചിച്ച് നോക്കൂ, ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കി എത്ര സ്ത്രീകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിൽ പരാതിയുമായി രംഗത്ത് വന്നത്? ആ പരാതികളൊക്കെ നിലവിൽ കോടതിയിൽ തന്നെയാണ്. ജാമ്യം കിട്ടി എന്ന് വിചാരിച്ച് കേസ് തീർന്നിട്ടില്ല. കേസ് തീരാൻ ഇനി കാലങ്ങളെടുക്കും. ആ കേസ് തീരാനുള്ള കാലതാമസം പോലും നോക്കാതെ, ആ താനൊന്ന് കുറ്റവിമുക്തനായി പുറത്തു വരട്ടെ എന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഇപ്പോഴും രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ രംഗത്തെ എല്ലാവരും വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കാൻ തീർച്ചയായും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ഊർജ്ജം ലഭിക്കുന്ന കോൺഗ്രസിൽ നിന്ന് തന്നെയാണ്. കോൺഗ്രസ് ഇതൊന്നും കാര്യമാക്കില്ലെന്നും നാളെ ഈ പെണ്ണുപിടിയനെ വീണ്ടും കോൺഗ്രസിലേക്ക് അവർ റെഡ് കാർപ്പറ്റ് വിരിച്ചു കൊണ്ടുവരുമെന്നും അവർക്ക് വ്യക്തമായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് അയാൾ ഇത്തരം പ്രവൃത്തികളുമായി ഇപ്പോഴും പൊതുസമൂഹത്തിൽ നിൽക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസിന്റെ അവസ്ഥ, കേരളത്തിലെ കോൺഗ്രസിന്റെ ഈ ദയനീയ അവസ്ഥ, അല്ലെങ്കിൽ എല്ലാ നേതാക്കന്മാരെയും കുറിച്ചുള്ള കാര്യങ്ങൾ രാഹുൽ മാങ്കൂട്ടം പുറത്തു പറയുമെന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ പേടിച്ച് തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഒന്നും ചെയ്യാൻ, ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ പോലും എതിർക്കാനുള്ള ശേഷിയില്ലാതെയായി കോൺഗ്രസ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പെണ്ണുപിടിയന്മാരുടെ കൂടാരമായി മാറിയിരിക്കുന്നു കോൺഗ്രസ് എന്ന കാര്യത്തിൽ സംശയമില്ല. ആരെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ തരത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതിനെ ഖണ്ഡിക്കുന്ന രീതിയിൽ സംസാരിക്കാനുള്ള ഊർജ്ജം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് ലഭ്യമാകുന്നത് തീർച്ചയായും കോൺഗ്രസിന്റെ മുൻകാല പ്രവൃത്തികളിൽ നിന്ന് തന്നെയാണ്. അത്തരം പ്രവർത്തികൾ ചെയ്ത പലരും ഇന്ന് നേതാക്കന്മാരായി വിലസുമ്പോൾ തനിക്കും ഒന്നും സംഭവിക്കുകയില്ല എന്ന അമിത ആത്മവിശ്വാസമാണ് രാഹുലിന്റെ വാക്കുകളിലുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.